ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ലക്ഷദ്വീപ് സന്ദർശിക്കുകയും അവിടെ വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടത്തുകയും ഇതിനെക്കുറിച്ചുള്ള ഫോട്ടോകളും വീഡിയോകളും എല്ലാം വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യുകയും ലക്ഷദ്വീപ് എത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നും ലക്ഷദ്വീപിന്റെ ടൂറിസം സാധ്യതകൾ എന്തൊക്കെയാണ് എന്നും ലോകത്തോട് വിളിച്ചു പറയുകയും ലക്ഷദ്വീപിന്റെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ആ രാജ്യത്തെ ഒരു സ്ഥലത്തെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപ് ഇന്റർനെറ്റിൽ ട്രെൻഡിങ് ആവുകയാണ്. ഗൂഗിൾ ഇന്ത്യയിൽ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വാക്കായിട്ട് ലക്ഷദ്വീപ് മാറുകയും ചെയ്യുന്നു. ഒരുപാട് ആളുകൾ ലക്ഷദ്വീപിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ആരും വിചാരിക്കാത്ത രീതിയിൽ പ്രധാനമന്ത്രിയുടെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കെതിരെ മാൽദീവ്സ് എന്ന രാജ്യത്ത് നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണ്. വളരെ മോശമായിട്ടുള്ള ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ട്വീറ്റുകളും കാര്യങ്ങളും ഒക്കെ മാൽദീവ്സിൽ നിന്ന് കടന്നു വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളും നടത്തുന്നത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മാത്രമല്ല, നിലവിൽ അവിടെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിലെ 3 മന്ത്രിമാർ പോലും ഇത്രയും മോശമായിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ മുന്നോട്ട് വരികയാണ്. പ്രധാനമന്ത്രി ലക്ഷദ്വീപിനെ കുറിച്ച് പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഒരിടത്തും മാൽദീവ്സിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളും നടന്നിട്ടില്ല. എന്നിട്ടും ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇനി ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും നല്ല ഫ്രണ്ട്ഷിപ്പോടുകൂടി മുന്നോട്ട് പോകുന്ന 2 രാജ്യങ്ങളാണിത്. മാൽദീവ്സിന്റെ 3ാമത്തെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് ഇന്ത്യ. മാൽദീവ്സിനെ പല കാലഘട്ടങ്ങളിലും ഫൈനാൻഷ്യലായിട്ടും അല്ലാതെയും ഒക്കെ ഇന്ത്യ സഹായിക്കുന്നത് നമുക്ക് കാണാം. മാൽദീവ്സിന്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് അവിടുത്തെ ടൂറിസമാണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. അവിടെ എത്തിച്ചേരുന്ന 4 ടൂറിസ്റ്റുകളിൽ ഒരാൾ എപ്പോഴും ഇന്ത്യക്കാരനാണ് എന്ന് കാണാം. സോ ഇത്രയും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയും മാൽദീവ്സും തമ്മിൽ നിലവിൽ വലിയൊരു നയതന്ത്ര പ്രശ്നം, ഒരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂ നടക്കുകയാണ്. ഈ ഒരു ഇഷ്യൂവിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം എന്താണ്? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ് പ്ലെയിൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നല്ലൊരു നിക്ഷേപ അവസരം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് മാസം 2000 രൂപ പോലെയുള്ള ചെറിയ തുകകൾ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാക്സ് ലൈഫിന്റെ ഒരു NFO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാസം 30-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. ഇനി ഫണ്ടിന്റെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 150 മിഡ് ക്യാപ് മൊമെന്റം 50 ഇൻഡെക്സ് ആണ്. അതായത് മിഡ് ക്യാപ്പ് കമ്പനികളിൽ ഡൈവേഴ്സിഫൈ ചെയ്താണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്ക് കുറയുന്നതിനും നിങ്ങൾക്ക് നല്ല റിട്ടേൺ ലഭിക്കുന്നതിനും ഇത് കാരണമാകുന്നു. ഇനി ഈ ഒരു ഇൻഡെക്സിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിലും 10 വർഷത്തിലും 27%, 28% ഒക്കെ റിട്ടേൺസ് ഈ ഫണ്ട് നൽകിയിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ ഈ ഫണ്ടിൽ 2013 നിക്ഷേപിക്കുകയായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയമാകുമ്പോഴേക്കും 11 മടങ്ങിന്റെ റിട്ടേൺസ് ലഭിക്കുമായിരുന്നു. ഇനി ഈ ഒരു ഫണ്ടിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ പണം അടയ്ക്കുന്ന കാലയളവിൽ മരണപ്പെട്ടു പോയാൽ ബാക്കി പ്രീമിയം കമ്പനി അടയ്ക്കുകയും മച്യൂരിറ്റി ബെനിഫിറ്റ് നിങ്ങളുടെ നോമിനിക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം മന്ത്ലി പ്രീമിയത്തിന്റെ 120 മടങ്ങും അപ്പോൾ തന്നെ നോമിനിക്ക് ലഭിക്കുന്നതാണ്. ഇതിനെല്ലാം പുറമെ ലൈഫ് കവറിന്റെ 1% മന്ത്ലി ഇൻകം ബെനിഫിറ്റ് മിനിമം 36 മാസം മുതൽ മാക്സിമം 120 മാസം വരെ ലഭിക്കുന്നതുമാണ്. ഇനി മാക്സ് ലൈഫ് എന്ന കമ്പനി തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ ടോട്ടൽ AUM 1.22 ലക്ഷം കോടിയും അവരുടെ സോൾവൻസി റേഷ്യോ 190% എന്ന് കാണാം. സോ നിലവിൽ ഈ ഒരു ഫണ്ടിന്റെ NAV എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. NRI സുഹൃത്തുക്കൾക്ക് ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഈ ഒരു NFOയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് മാൽദീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തെക്കുറിച്ച് തന്നെയാണ്. മാൽദീവ്സ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു ദ്വീപ രാഷ്ട്രമാണ് എന്ന് നമുക്ക് കാണാം. ഇന്ത്യയുടെ വളരെ അടുത്താണ് മാൽദീവ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ലക്ഷദ്വീപിന്റെ ഏറ്റവും സദേൺ മോസ്റ്റ് ആയിട്ട് വരുന്ന ഐലൻഡാണ് മിനിക്കോയ് ഐലൻഡ് എന്ന് പറയുന്നത്. ഈ മിനിക്കോയ് ദ്വീപിൽ നിന്നും മാൽദീവ്സിന്റെ ഏറ്റവും നോർത്തേൺ ഭാഗത്തേക്കുള്ള ദൂരം വെറും 128 കിലോമീറ്റർ മാത്രമാണ്. ഇന്ത്യയുടെ അത്രയും അടുത്തായിട്ടാണ് മാൽദീവ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും ഡിസ്പേഴ്സ്ഡ് ആയി കിടക്കുന്ന, ഏറ്റവും വലിയ രീതിയിൽ ചിന്നിച്ചിതറി കിടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് മാൽദീവ്സ് എന്നുള്ളത് മനസ്സിലാക്കുക. മാൽദീവ്സിന്റെ ടോട്ടൽ ഏരിയ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത് 90,000 സ്ക്വയർ കിലോമീറ്റർ ആണ് എന്ന് കാണാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 90,000 സ്ക്വയർ കിലോമീറ്ററിൽ ലാൻഡ് ഏരിയ, ഭൂ ഏരിയ എന്ന് പറയുന്നത് വെറും 298 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ്. കാരണം ഇതെല്ലാം ചെറിയ ചെറിയ ഐലൻഡുകളായതുകൊണ്ട്. ഈ ഐലൻഡുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐലൻഡ് മാലി ഐലൻഡ് തന്നെയാണ്. ഈ മാലിയാണ് മാൽദീവ്സിന്റെ തലസ്ഥാനമായിട്ട് വരുന്നത്. പിന്നീട് ഏകദേശം 1200ഓളം ഐലൻഡുകൾ ഈ ഒരു രാജ്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഈ 1200 ഐലൻഡുകളിൽ ഏകദേശം 180 ഐലൻഡുകളിൽ മാത്രമാണ് ഇൻഹാബിറ്റേഷൻ, മനുഷ്യവാസമുള്ളത്. ബാക്കിയെല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്.
ഈ ഐലൻഡുകളിൽ തന്നെ കൂടുതൽ ഐലൻഡുകളും അറിയപ്പെടുന്നത് റിസോർട്ട് ഐലൻഡുകൾ എന്നാണ്. അതിന് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മാൽദീവ്സിന്റെ ഏറ്റവും വലിയ വരുമാനം അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ എക്കണോമിക് ആക്ടിവിറ്റി അവിടുത്തെ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെക്ടറാണ്. സോ ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള റിസോർട്ടുകൾ പണിതിരിക്കുന്ന ഐലൻഡുകളാണ് ഇതിൽ ഭൂരിഭാഗവും ഉള്ളത്. സോ ടൂറിസം മാൽദീവ്സിന്റെ എക്കോണമിയിൽ എത്രത്തോളം ഭാഗമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മാൽദീവ്സിന്റെ GDPയുടെ 28% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടൂറിസമാണ്. മാൽദീവ്സിലുള്ള മുഴുവൻ ഫോറിൻ കറൻസി കോൺട്രിബ്യൂഷന്റെ 60% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഈ ടൂറിസം തന്നെയാണ്. മാൽദീവ്സിന് ലഭിക്കുന്ന നികുതി വരുമാനം, ടാക്സ് റവന്യൂവിന്റെ 90% വരുന്നത് ഈ ടൂറിസം മേഖലയിൽ നിന്നാണെന്ന് കാണാം. സോ ടൂറിസം എന്ന് പറയുന്നതാണ് മാൽദീവ്സിന്റെ ഏറ്റവും വലിയ എക്കണോമിക് ആക്ടിവിറ്റി. എന്നാൽ മാൽദീവ്സ് ഒരു വലിയ ത്രെറ്റിനെയും നേരിടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് സമുദ്രനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മാൽദീവ്സിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരാശരി ഉയരം വെറും 1.5 മീറ്റർ മാത്രമാണ്. മാൽദീവ്സ് എന്ന രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന പോയിന്റ് ആയിട്ട് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും വെറും 2.4 മീറ്റർ ഉയരം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ IPCC ഒക്കെ പറയുന്നത് 2100 ആകുമ്പോഴേക്കും ഈ മാൽദീവ്സിന്റെ ഭൂരിഭാഗവും വെള്ളത്തിന്റെ അടിയിലാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. 2100 ആകുമ്പോഴേക്കും മാൽദീവ്സ് ഒരു അൺഇൻഹാബിറ്റബിൾ, വാസയോഗ്യമല്ലാത്ത ഒരു ഐലൻഡായി മാറും എന്നുള്ള പ്രൊഡിക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ മാൽദീവ്സിനെ കുറിച്ച് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ഫാക്ടുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാൽദീവ്സും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു പൊളിറ്റിക്കൽ റിലേഷൻസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ലി റിലേഷന്റെ ചരിത്രം എന്താണ് എന്ന് മനസ്സിലാക്കാനും കൂടെ ശ്രമിക്കാം. ഇന്ത്യയും മാൽദീവ്സും ഏകദേശം ഒരേ ചരിത്രം തന്നെ ഫോളോ ചെയ്ത് നമുക്ക് കാണാം. ഇന്ത്യയെ പോലെ തന്നെ മാൽദീവ്സും ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള ഒരു പ്രദേശമായിരുന്നു. 1965 മാൽദീവ്സിന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഈ സ്വാതന്ത്ര്യം കിട്ടി ആദ്യത്തെ കുറെ കാലം അവിടെ ഒരു പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് ആയിരുന്നു, ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ലാതെയായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത്. ഇതിനൊരു അന്ത്യം വരുന്നത് 1978 78 മൗമൂൺ അബ്ദുൾ ഗയൂം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി മാൽദീവ്സിന്റെ പ്രസിഡന്റായി മാറുന്നു. പിന്നീടുള്ള 30 വർഷക്കാലം 2008 വരെ ഇദ്ദേഹം തന്നെയായിരുന്നു മാൽദീവ്സിന്റെ പ്രസിഡന്റായി മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇദ്ദേഹം പ്രസിഡന്റായി വന്ന ആദ്യ കുറച്ചു കാലങ്ങളിൽ അവിടെ പലതരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മാൽദീവ്സിലെ തന്നെ വളരെ ധനികരായിട്ടുള്ള ആളുകൾ ശ്രീലങ്കയിൽ നിന്നുള്ള മേഴ്സിനറി ഫോഴ്സസിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. 1980 83 ഒക്കെ ഇത്തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ശ്രമങ്ങളെയൊക്കെ പരാജയപ്പെടുത്തുകയാണ്. എന്നാൽ 1988 ഒരു അട്ടിമറി ശ്രമം നടക്കുകയും അത് ഗവൺമെന്റിന്റെ പല ഓഫീസുകളെയും പിടിച്ചടക്കുകയും പ്രസിഡൻഷ്യൽ പാലസിനെ പോലും പിടിച്ചടക്കുകയും ചെയ്യാൻ ഈ അട്ടിമറി നടത്തുന്നവർക്ക് സാധിക്കുന്നു. അപ്പോൾ ഈ അബ്ദുൾ ഗയൂം എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിഡന്റ് സഹായത്തിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളെ സമീപിക്കുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം രാജ്യങ്ങളും ഇദ്ദേഹത്തിന് സഹായം നൽകുന്നില്ല. എന്നാൽ സഹായത്തിന് വേണ്ടി അദ്ദേഹം ഇന്ത്യയെ സമീപിച്ച ആ ഒരു നിമിഷം തന്നെ ഇന്ത്യ ഓപ്പറേഷൻ കാക്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുകയാണ്. ഡൽഹിയിൽ നിന്നും ഇന്ത്യൻ എയർഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് 1600 ഇന്ത്യൻ പാരാട്രൂപ്പേഴ്സിനെ വെറും 9 മണിക്കൂറുകൾ കൊണ്ട് മാലദ്വീപിന്റെ തലസ്ഥാനത്തേക്ക് എയർ ഡ്രോപ്പ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുകയും ആ പട്ടാളക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ അട്ടിമറി ശ്രമത്തെ പരാജയപ്പെടുത്തുകയും വീണ്ടും അബ്ദുൾ ഗയൂമിന്റെ ഗവൺമെന്റിനെ അവിടെ റീഇൻസ്റ്റാൾ ചെയ്യുകയും അങ്ങനെ ആ രാജ്യത്ത് വീണ്ടും ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയാണ്. സോ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നും മാലദ്വീപ് ഒരു പരമാധികാരമുള്ള ഒരു ജനാധിപത്യമുള്ള രാജ്യമായി മുന്നോട്ട് പോകാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ത്യയാണ് എന്നുള്ള തിരിച്ചറിയുക. ഇന്ത്യയുടെ ഓപ്പറേഷൻ കാക്ടസ് അവിടെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്ത്യയുമായി വളരെ അടുത്തൊരു ബന്ധം മാലദ്വീപ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വളരെ ഫ്രണ്ട്ഷിപ്പിലാണ് ഇന്ത്യയും മാലദ്വീപും മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. ഇനി അപ്പോൾ മാത്രമല്ല, പിന്നീട് വരുന്ന ഒരുപാട് സാഹചര്യങ്ങളിൽ ഇന്ത്യ മാലദ്വീപിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 2004 സുനാമി ഉണ്ടാവുകയാണ്. ഈ സുനാമിയുടെ ഭാഗമായി വലിയ രീതിയിലുള്ള നാശനഷ്ടം മാലദ്വീപിന് സംഭവിക്കുന്നുണ്ട്. സോ ഇന്ത്യയിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി എങ്കിൽ കൂടിയും ആ ഒരു സമയത്ത് മാലദ്വീപിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഇടപെടുന്നത് കാണാം. വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായവും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ മാലദ്വീപ് നമുക്കറിയാം ഒരു ദ്വീപ രാഷ്ട്രമാണ്, കടലിന്റെ നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശുദ്ധജലത്തിന്റെ വിതരണത്തിന് വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. സോ ഡീസലൈനേഷൻ പ്ലാന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സമുദ്രജലത്തെ ശുദ്ധീകരിച്ചാണ് അവർ ഫ്രഷ് വാട്ടർ കണ്ടെത്തുന്നത്. ഇത്തരത്തിൽ മാലദ്വീപിലുള്ള വളരെ വലിയ ഒരു ഡീസലൈനേഷൻ പ്ലാന്റിൽ 2014 ഒരു തീപിടുത്തം ഉണ്ടാവുകയും അവിടുത്തെ ശുദ്ധജല വിതരണം തടസ്സപ്പെടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ വെറും 6 മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ നീർ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്ത് ഇന്ത്യ ഫ്രഷ് വാട്ടർ മാലദ്വീപിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വലിയൊരു ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കാണാം. ഇനി അതുപോലെ തന്നെ 2020 കോവിഡ് മഹാമാരി ഉണ്ടാകുമ്പോൾ മാലദ്വീപിന് വലിയൊരു സഹായം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു കുറവ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവരുടെ ടൂറിസം മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു. ഏകദേശം $100 മില്യൺ സഹായം ഈ കോവിഡിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് ഉണ്ടാകുന്നു. ഓപ്പറേഷൻ സഞ്ജീവനി എന്ന പേരിൽ 6.5 ടൺ മരുന്നുകളും അതുപോലെ തന്നെ കോവിഡ് വാക്സിനുകളും ഇന്ത്യ മാലദ്വീപിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗമായി ഏകദേശം $1.5 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് മാലദ്വീപിൽ നടക്കുകയും ചെയ്യുന്നത് കാണാം.
ഇതൊക്കെ വലിയ വലിയ സഹായങ്ങളാണ്. ഇതുപോലെ ചെറിയ ചെറിയ സഹായങ്ങൾ കാലാകാലങ്ങളായി ഇന്ത്യ ചെയ്യുന്നത് കാണാം. അവിടുത്തെ എയർപോർട്ടുകൾ, അവിടെ ഹോസ്പിറ്റലുകൾ, ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ ധാരാളം സഹായം ഇന്ത്യ മാലദ്വീപിന് കാലാകാലങ്ങളായി ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല സുഹൃത്താണ്. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള റെസ്പോൺസ് മാലദ്വീപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് ഇന്റർനാഷണൽ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ എപ്പോഴും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് മാലദ്വീപ്സ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ കാശ്മീർ വിഷയം തന്നെ നോക്കുകയാണെങ്കിൽ കാശ്മീർ വിഷയം ഇന്ത്യയുടെ ഇന്റേണൽ ഇഷ്യൂ ആണ് എന്നും പുറത്തുനിന്നുള്ള രാജ്യങ്ങൾ അതിൽ ഇടപെടേണ്ട എന്നുള്ളൊരു നിലപാടുമാണ് മാലദ്വീപ്സ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയുടെ പെർമനന്റ് സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് മാലദ്വീപ്സ് എന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന വളരെ ചെറിയൊരു ദ്വീപരാഷ്ട്രമായിട്ടുള്ള വെറും 6 ലക്ഷം മാത്രം പോപ്പുലേഷനുള്ള ഈ മാലദ്വീപ്സിനെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ സഹായിക്കുന്നത്? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഇവിടെ ഇതുപോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു എക്കണോമിക് ബെനിഫിറ്റ്, ഒരു സാമ്പത്തിക ലാഭം തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ അതിനേക്കാൾ വലിയൊരു കാര്യവും കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അത് മാലദ്വീപ്സിന്റെ ജോഗ്രഫിക്കൽ പൊസിഷൻ തന്നെയാണ്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് മാലദ്വീപ്സ് നിൽക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ ട്രേഡ് റൂട്ടിന്റെ ടോൾ ഗേറ്റ് ആണ്, ഇന്ത്യൻ ഓഷ്യന്റെ ടോൾ ഗേറ്റ് ആയിട്ടാണ് മാലദ്വീപ്സിനെ പലരും പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. സോ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ട്രേഡിന്റെ 90% മാലദ്വീപ്സ് കിടക്കുന്ന ആ ഒരു പ്രദേശത്തുകൂടി കടന്നു വരുന്നത് കൊണ്ട് തന്നെ മാലദ്വീപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം വളരെ സ്റ്റേബിൾ ആയിട്ട്, പൊളിറ്റിക്കലിയും അല്ലാതെയും ഒക്കെ സ്റ്റേബിൾ ആയിട്ടും സമാധാനപരമായിട്ടും നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്റ്റബിലിറ്റികളോ കാര്യങ്ങളോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ത്രെറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഇന്ത്യയുടെ ട്രേഡ് തടസ്സപ്പെടും. മാത്രമല്ല ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സെക്യൂരിറ്റിയെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മാലദ്വീപ്സിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ല എന്ന് വിചാരിക്കാം, ഏതെങ്കിലും നോൺ സ്റ്റേറ്റ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളോ ഒക്കെ അവിടെ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇത്രയും അടുത്ത് കിടക്കുന്നത് കൊണ്ട് അത് ഇന്ത്യക്ക് ഒരു ത്രെറ്റിന് കാരണമാകും. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏതെങ്കിലും ശത്രു രാജ്യങ്ങൾ മാലദ്വീപ്സുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും അവിടെ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതും ഇന്ത്യക്ക് ഒരു സെക്യൂരിറ്റി ത്രെറ്റിന് കാരണമാകും. സോ ഈ രീതിയിൽ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ സുരക്ഷാപരമായിട്ടും ഒക്കെ ഒരുപാട് പ്രാധാന്യം മാലദ്വീപ്സിന് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ മാലദ്വീപ്സ് ബന്ധം വളരെ ശക്തമായിട്ട്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫ്രണ്ട്ഷിപ്പിൽ ഇന്ത്യയും മാലദ്വീപ്സും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ, ഇന്ത്യക്കെതിരെ മാലദ്വീപ്സിൽ നിന്നും മാലദ്വീപ്സിനെതിരെ ഇന്ത്യയിൽ നിന്നും ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അതിന് മാലദ്വീപ്സിന്റെ ഈ അടുത്ത കാലത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു 1978 മുതൽ 2008 വരെ 30 വർഷക്കാലം ഒരു സിംഗിൾ പാർട്ടി ഡെമോക്രസി ആയിട്ടാണ് മാലദ്വീപ്സ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ 2008 ഈ സാഹചര്യത്തിന് മാറ്റം ഉണ്ടാവുകയാണ്. മാലദ്വീപ്സ് ഒരു മൾട്ടി പാർട്ടി ഡെമോക്രസി ആവുകയാണ്. ഒരുപാട് വിവിധ പാർട്ടികൾക്ക് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇതിൽ 2 പാർട്ടികളാണ് ഏറ്റവും പ്രോമിനന്റ് പാർട്ടികളായിട്ട് മുന്നോട്ട് വരുന്നത്. അതിലൊരു പാർട്ടിയാണ് മാൽദീവിയൻ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള MDP. മുഹമ്മദ് നഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ പാർട്ടി മുന്നോട്ട് വരുന്നത്. 2008 അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഈ പാർട്ടി വിജയിക്കുകയും മുഹമ്മദ് നഷീദ് മാലദ്വീപ്സിന്റെ പ്രസിഡന്റായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ പണ്ടുകാലം മുതലെയുള്ള ആ ഒരു സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പ്രോ ഇന്ത്യ പോളിസി തന്നെയാണ് സ്വീകരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയുമായിട്ട് പലതരത്തിലുള്ള എഗ്രിമെന്റുകൾ സൈൻ ചെയ്തുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നു. അത്തരത്തിൽ 2009 സൈൻ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് ആണ് ഇന്ത്യ മാലദ്വീപ്സും തമ്മിലുള്ള ഒരു ഡിഫൻസ് പാക്ട്. ഇപ്പോൾ ഈ ഡിഫൻസ് പാക്ടിന്റെ ഭാഗമായിട്ട് ചില ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ ചില ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർക്രാഫ്റ്റുകളും ഒക്കെ ഇന്ത്യ മാലദ്വീപ്സിന് കൊടുക്കുകയാണ്. സോ എയർ ആംബുലൻസ് ആയിട്ടും അതുപോലെ തന്നെ മാലദ്വീപ്സിന്റെ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുമൊക്കെയാണ് ഈ ഒരു സമ്മാനം ഇന്ത്യ അവർക്ക് നൽകുന്നത്. എന്ന് മാത്രമല്ല, ഈ ഒരു മേഖലയുടെ കമ്പൈൻഡ് സർവൈലൻസ്, ഇന്ത്യയുടെയും മാലദ്വീപ്സിന്റെയും കമ്പൈൻഡ് സർവൈലൻസിന് വേണ്ടിയിട്ട് ചില റഡാർ സ്റ്റേഷനുകളും ഇന്ത്യ മാലദ്വീപ്സിൽ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ റഡാർ സ്റ്റേഷന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും ഈ ഹെലികോപ്റ്ററുകളും എയർക്രാഫ്റ്റുകളും ഉപയോഗിക്കാനുള്ള പരിശീലനം അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടും ഒരു ചെറിയ എയർ സ്റ്റേഷൻ ഇന്ത്യ അവിടെ സ്ഥാപിക്കുകയും 70 ഇന്ത്യൻ ആർമി ഓഫീസർ അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരെ അവിടെ നിയമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നമ്പർ കൃത്യമായിട്ട് കേൾക്കണം. വെറും 70 മുതൽ 75 വരെ പട്ടാളക്കാരെ മാത്രമാണ് ഇന്ത്യ അവിടെ സ്റ്റേഷൻ ചെയ്യുന്നത്. മാത്രമല്ല, വിവിധ തരത്തിലുള്ള ട്രെയിനിങ് അവിടുത്തെ ആർമിക്ക് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്. ഇന്ത്യൻ ആർമിയും മാലദ്വീപ്സ് ആർമിയും ചേർന്നുകൊണ്ട് പല ജോയിന്റ് മിലിറ്ററി എക്സർസൈസുകളും ആ ഒരു കാലഘട്ടം മുതൽ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ഡിഫൻസ് പാക്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഡിഫൻസ് പാക്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒപ്പോസിഷനിലിരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയാണ് പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള PPM എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി. അപ്പോൾ ഈ PPM എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി MDPയെ പോലെ തന്നെ 2008 മുന്നോട്ട് വന്ന പാർട്ടിയാണ്. ഈ പാർട്ടി ഇലക്ഷനിൽ മത്സരിച്ചുവെങ്കിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അടുത്ത ഇലക്ഷൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വിമർശിച്ചേ പറ്റൂ, അല്ലെങ്കിൽ സർക്കാരിനെതിരെ അവർക്ക് പ്രവർത്തിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ അവർ ഈ ഡിഫൻസ് പാക്ടിനെ അവരുടെ ഒരു പ്രൊപ്പഗണ്ടയായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഇലക്ഷൻ ആയുധമാക്കി മാറ്റുകയാണ്.
ഈ ഒരു ഡിഫൻസ് പാക്റ്റിലൂടെ മാൽദീവ്സ് ഇന്ത്യയുടെ അടിമയായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ മാൽദീവ്സിന്റെ പരമാധികാരം ഇന്ത്യക്ക് പണയം വെച്ചിരിക്കുകയാണ്, ഇന്ത്യൻ ആർമിയുടെ അധികാരത്തിന്റെ കീഴിലേക്ക് മാൽദീവ്സ് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ക്യാമ്പയിനാണ് അവർ ജനങ്ങളുടെ ഇടയിൽ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഈ PPM എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി ഒരു ആന്റി ഇന്ത്യ പാർട്ടിയായിട്ട് മാറുന്നു. സോ മാൽദീവ്സിൽ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ വരുന്നു. അധികാരത്തിലിരിക്കുന്ന പാർട്ടി ഒരു പ്രോ ഇന്ത്യ പാർട്ടിയായിട്ടും ഒപ്പോസിഷനിലിരിക്കുന്ന PPM എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി ഒരു ആന്റി ഇന്ത്യ പാർട്ടിയായിട്ട് മാറുകയും അവർ അവരുടെ ആന്റി ഇന്ത്യ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അവർക്ക് മറ്റൊരുപാട് ആശയങ്ങളുണ്ട്, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ ആന്റി ഇന്ത്യ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മാലദ്വീപ് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയും അതിന്റെ എല്ലാ കുറ്റവും അവിടുത്തെ ഗവൺമെന്റിന്റെ പേരിൽ ആരോപിക്കപ്പെടുകയും ചെയ്യുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ആന്റി ഇന്ത്യ ക്യാമ്പയിന് ജനങ്ങളുടെ ഇടയിൽ ചെറിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടുകയാണ്. അതുകൊണ്ട് ആ ആന്റി ഇന്ത്യ ക്യാമ്പയിന് ഈ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് PPM എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇതിനുശേഷം ഇന്ത്യയും മാൽദീവ്സും തമ്മിൽ മറ്റൊരു പ്രധാനപ്പെട്ട കരാറിൽ ഏർപ്പെടുകയാണ്. മാൽദീവ്സിലെ മാലി ഇന്റർനാഷണൽ എയർപോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടാണ്. ആ എയർപോർട്ടിന്റെ പുനർനിർമ്മാണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെയും എല്ലാം കരാറ് ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള GMR ലഭിക്കുകയാണ്. GMR ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് ഒരു BOT മോഡലിലാണ്. ഇത് BOT മോഡൽ ആയതുകൊണ്ട് തന്നെ ഈ എയർപോർട്ടിന്റെ വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമെല്ലാം ആദ്യ കാലഘട്ടങ്ങളിൽ ഈ GMR ഗ്രൂപ്പിനായിരിക്കും ലഭിക്കുന്നത്. ഇതും PPM ഒരു പ്രചരണ ആയുധമാക്കുകയാണ്. അവർ പറയുന്നത് ഈ മാൽദീവ്സിനെ എക്കണോമിക് ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ഇവിടുത്തെ വരുമാനമെല്ലാം ഇന്ത്യ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുകയാണ്. നിലവിലുള്ള സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെന്നുള്ള ഒരു ആരോപണമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഒരു 2013 കാലഘട്ടമായപ്പോഴേക്കും ഈ MDP ഗവൺമെന്റിനെതിരെ വലിയ രീതിയിലുള്ള ചില ആരോപണങ്ങൾ വരികയും അതിന്റെ ഭാഗമായിട്ട് മുഹമ്മദ് നഷീദിന് രാജിവെക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു. 2013 അവിടെ ഇലക്ഷൻ നടക്കുകയും അബ്ദുള്ള യമീൻ എന്ന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ PPM പാർട്ടി അവിടെ അധികാരത്തിൽ വരികയും ചെയ്യുന്നു. സോ PPM പാർട്ടി ഇലക്ഷന്റെ സമയത്തും അതിന് മുന്നേയും എല്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ ഐഡിയ എന്ന് പറയുന്നത് ആന്റി ഇന്ത്യ ഐഡിയ ആണ്. അതുകൊണ്ട് തന്നെ അവർ അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ ആന്റി ഇന്ത്യ ഐഡിയ എല്ലാം അവർ മുന്നോട്ട് വെക്കുകയാണ്. എന്ന് മാത്രമല്ല, മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് നഷീദിനെ അറസ്റ്റ് ചെയ്യാനും കൂടെ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ ഈ അറസ്റ്റിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി മുഹമ്മദ് നഷീദ് സ്വീകരിച്ച മാർഗം അദ്ദേഹം ഇന്ത്യൻ എംബസിയിൽ അഭയം തേടുകയാണ്. സോ അദ്ദേഹം ഇന്ത്യൻ എംബസിയിൽ ഉള്ളതുകൊണ്ട് തന്നെ മാൽദീവ്സിന്റെ പട്ടാളത്തിനോ പോലീസിനോ ഒന്നും മുൻകൂർ അനുമതിയില്ലാതെ എംബസിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. കുറെ സമയത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ എംബസിയിൽ നിന്ന് പുറത്തിറങ്ങുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. ഇതിനെയും PPM അവരുടെ ഒരു ആയുധമാക്കി മാറ്റുകയാണ്. ഈ നഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയും അതുപോലെ തന്നെ MDP എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയും അവരുടെ ഗവൺമെന്റും എല്ലാം ഇന്ത്യയുടെ കളിപ്പാവകളാണ്, ഇന്ത്യയുടെ പപ്പറ്റാണ് എന്നുള്ളൊരു ആരോപണമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ രീതിയിലെല്ലാം ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആക്രമിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ PPM എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. മാത്രമല്ല, ഈ ഒരു അവസരത്തിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ചൈന ഇന്ത്യൻ ഓഷനിൽ ഒരു പ്രോമിനന്റ് പവറായി പതുക്കെ ഉയർന്നു വരാൻ തുടങ്ങുന്നത്. ഈ ഒരു സമയത്താണ് അവർ അവരുടെ BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് മുന്നോട്ട് വെക്കുന്നത്. സോ ആന്റി ഇന്ത്യ സ്റ്റാൻഡ് എടുത്തു നിൽക്കുന്ന മാൽദീവ്സ് ആ ഒരു സമയത്ത് ഈ BRIയുടെ അല്ലെങ്കിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാകാനും മുന്നോട്ട് വരികയാണ്. ഏതെങ്കിലും രീതിയിൽ മാൽദീവ്സ് പോലെയുള്ള പ്രദേശങ്ങളിൽ തങ്ങളുടെ അധികാരം വർദ്ധിപ്പിക്കണമെന്ന് ചൈന സ്വപ്നം കാണുന്ന ഒരു സമയത്ത് തന്നെയാണ് അവിടെ ഒരു ആന്റി ഇന്ത്യ പാർട്ടി ഉദയം ചെയ്യുന്നത്. അങ്ങനെ ഈ PPMന്റെ പാർട്ടി അവിടുത്തെ ഗവൺമെന്റും ഒരു പ്രോ ചൈന പാർട്ടിയായിട്ടും ഒരേ സമയം ആന്റി ഇന്ത്യ പാർട്ടിയായിട്ടും പ്രോ ചൈന പാർട്ടിയുമായിട്ടും മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ചൈനീസ് ഡെറ്റ് ട്രാപ്പിന്റെ ഭാഗമാണ്. ഈ ഇനീഷ്യേറ്റീവിൽ ഭാഗമാകുന്ന രാജ്യങ്ങളെല്ലാം ചൈന കടക്കിണിയിൽപ്പെടുത്താറുണ്ട്. അപ്പോൾ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി ചൈന മാൽദീവ്സിലെ രണ്ട് പ്രധാനപ്പെട്ട ഐലൻഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് ഒക്കെ പണിയുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായി ഏകദേശം $1.5 ബില്യൺ കടം ഈ പറഞ്ഞിട്ടുള്ള മാൽദീവ്സ് എക്കോണമിക്ക് മുകളിൽ വരികയാണ്. വെറും 6 ബില്യൺ മാത്രമുള്ള GDPയുടെ 25% കടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ മാൽദീവ്സ് എക്കോണമി പോകുന്നു. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. അതിനെ അടുത്ത ഇലക്ഷനിൽ MDP ഒരു പ്രചരണ ആയുധമാക്കുകയാണ്. അങ്ങനെ 2018 മാൽദീവ്സിൽ അടുത്ത ഇലക്ഷൻ നടക്കുകയും ആന്റി ഇന്ത്യ പാർട്ടിയായിട്ടുള്ള PPM തോൽക്കുകയും പ്രോ ഇന്ത്യ പാർട്ടിയായിട്ടുള്ള MDP വീണ്ടും അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മാൽദീവ്സിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാവുന്നുണ്ടാവും. മാൽദീവ്സിൽ പ്രധാനമായിട്ട് 2 പൊളിറ്റിക്കൽ പാർട്ടികളാണുള്ളത്. ഒന്നൊരു പ്രോ ഇന്ത്യ പാർട്ടിയാണ്, ഒന്നൊരു ആന്റി ഇന്ത്യ പാർട്ടിയാണ്. ഓരോ 5 വർഷവും കൂടുമ്പോൾ അവിടെ ഇലക്ഷൻ നടക്കുന്നു. ഈ ഇലക്ഷന്റെ സമയത്ത് 2 പാർട്ടികളും അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ആന്റി ഇന്ത്യ പാർട്ടി ആ ഒരു ആന്റി ഇന്ത്യ വികാരം ജനങ്ങളുടെ ഇടയിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓരോ ഇലക്ഷനിലും ഈ 2 പാർട്ടികളും മാറി അധികാരത്തിൽ വരുന്നു. സോ 5 വർഷം മാൽദീവ്സ് ഒരു പ്രോ ഇന്ത്യ രാജ്യമായിരിക്കും, 5 വർഷം മാൽദീവ്സ് ഒരു ആന്റി ഇന്ത്യ രാജ്യമായിരിക്കും. ഈ ഒരു ട്രെൻഡാണ് എല്ലാ കാലഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഇലക്ഷൻ മാൽദീവ്സ് നടക്കുന്നത് 2023 അതുകൊണ്ട് 2022 മുതലേ തന്നെ PPM അവരുടെ ആന്റി ഇന്ത്യ അജണ്ട മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റുകൾക്കും മാൽദീവ്സും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന പല എഗ്രിമെന്റുകൾക്കും എതിരെ പല കാലഘട്ടത്തിലും അവർ പ്രതിഷേധങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്.
2023 ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേയുടെ ഭാഗമായി ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ചടങ്ങ് ഒരു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ അതിന്റെ ഉള്ളിലേക്ക് വലിയൊരു പ്രതിഷേധവുമായിട്ട് ഈ പാർട്ടിക്കാർ കടന്നു വരികയും പോലീസിന് അവസാനം ഇവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് കണ്ണീർ വാതകമൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഇന്ത്യൻ എംബസിക്ക് നേരെ പല അവസരങ്ങളിലും ഈ PPM പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നത് കാണാം. 2023 ഇലക്ഷനോട് അടുത്ത് കഴിഞ്ഞപ്പോൾ അവർ മുന്നോട്ട് വെച്ച ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ ആയിരുന്നു ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഹെലികോപ്റ്ററുകളുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ റഡാർ സ്റ്റേഷനുകളുടെ ഭാഗമായിട്ടും 70 മുതൽ 75 ഇന്ത്യൻ സൈനികരെ മാൽദീവ്സിൽ സ്റ്റേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് അവരെ മാൽദീവ്സിൽ നിന്ന് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവരെ മാൽദീവ്സിൽ നിന്ന് പുറത്താക്കുക, അതുപോലെ തന്നെ ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റുകളെയും പുറത്താക്കുക എന്നുള്ള ഒരു ഐഡിയയുമായിട്ടാണ് ഈ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ അവർ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, എന്ത് വില കൊടുത്തും 2023 ഇലക്ഷൻ ജയിക്കുക എന്നുള്ള ആശയത്തിന്റെ ഭാഗമായി ഈ ആന്റി ഇന്ത്യ ക്യാമ്പയിൻ അവർ വലിയ രീതിയിലുള്ള പ്രചാരം കൊടുക്കുകയാണ്. വളരെ മാസീവായിട്ടൊരു പ്രചാരം കൊടുക്കുകയാണ്. ജനങ്ങളുടെ ഇടയിൽ സാമാന്യം മോശമില്ലാത്തൊരു പ്രചാരം ഈ ആന്റി ഇന്ത്യ ക്യാമ്പയിൻ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ ഭാഗമായി 2023 തെരഞ്ഞെടുപ്പിൽ ഈ PPM പാർട്ടി ജയിക്കുകയും PPM പാർട്ടിയുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് മൊയ്സു മാൽദീവ്സിന്റെ പ്രസിഡന്റായി അധികാരം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. സോ ഈ ഒരു ഇലക്ഷന്റെ സമയത്ത് ആന്റി ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ തെരഞ്ഞെടുത്ത് അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവർ സ്വാഭാവികമായി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്ത്യയുമായി മാൽദീവ്സ് ഏർപ്പെട്ടിരുന്ന പല കരാറുകളും അവർ റദ്ദാക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദുബായിൽ വെച്ചിട്ട് ഈ മുഹമ്മദ് മൊയ്സു മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സൈനികരെ എത്രയും പെട്ടെന്ന് മാൽദീവ്സിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. മാത്രമല്ല, മാൽദീവ്സിൽ ഏത് പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നാലും അദ്ദേഹം ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയായിരുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. എന്നാൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുഹമ്മദ് മൊയ്സു ആദ്യം സന്ദർശിച്ചത് ടർക്കിയും ഇപ്പോൾ രണ്ടാമത് അദ്ദേഹത്തിന്റെ ചൈന സന്ദർശനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലേക്കുള്ള സന്ദർശനം അദ്ദേഹം ഇതുവരെയായിട്ട് നടത്തിയിട്ടില്ല. അപ്പോൾ ഈ തരത്തിലെല്ലാം ആന്റി ഇന്ത്യ ക്യാമ്പയിൻ, ഇന്ത്യ ഔട്ട് എന്ന പേരിൽ മാൽദീവ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹാങ് ഓവറിൽ മാൽദീവ്സ് നിൽക്കുന്ന സമയത്ത് ഇന്ത്യയെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാൽദീവ്സ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു സമയത്ത്, ആ ഒരു സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കുകയും ലക്ഷദ്വീപിന്റെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തത്. സോ ഇത് മാൽദീവ്സിന്റെ ടൂറിസം ഡിമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മാൽദീവ്സ് സന്ദർശിക്കാതെ ലക്ഷദ്വീപ് സന്ദർശിക്കുക എന്നുള്ളൊരു ആഹ്വാനമായിട്ട് പലരും എടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് വലിയൊരു പ്രതിഷേധം മാൽദീവ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയുമാണ് ചെയ്തത്. ഈ PPM പാർട്ടിയുടെ, അതായത് ആന്റി ഇന്ത്യ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന PPM പാർട്ടിയുടെ തന്നെ മെമ്പേഴ്സ് ആയിട്ടുള്ള 3 മന്ത്രിമാരെ അതുകൊണ്ടാണ് ഇത്രയും മോശമായിട്ടുള്ള ലാംഗ്വേജിൽ പ്രധാനമന്ത്രിയെയും ഇന്ത്യയും ഒക്കെ അപകീർത്തിപ്പെടുന്ന രീതിയിൽ ഈ പോസ്റ്റിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. സോ എന്തുകൊണ്ടാണ് ഈ വിഷയം ഈ രീതിയിൽ മുന്നോട്ട് പോയത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ ഒരു വിഷയത്തിന്റെ ഭാവി എന്താണ്, ഈ ഒരു വിഷയം എങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആന്റി ഇന്ത്യ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനൊക്കെ ഈ PPM പാർട്ടി മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുമായിട്ട് ഈ പാർട്ടിക്കോ അല്ലെങ്കിൽ മാൽദീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിനോ നേരിട്ട് ഒരു പ്രശ്നവുമില്ല. ഇത് അവരുടെ ഇലക്ഷൻ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗം മാത്രമാണ്. മുന്നേയും ഇങ്ങനെ തന്നെയായിരുന്നു. ഈ PPM പാർട്ടി ഇലക്ഷന്റെ സമയത്തും അല്ലാതെയും ഒക്കെ ഒരു ആന്റി ഇന്ത്യ ക്യാമ്പയിൻ മുന്നോട്ട് വെക്കുമ്പോഴും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ ശത്രുവാക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടും അവർ സ്വീകരിച്ചിരുന്നില്ല. കാരണം ഇന്ത്യ ഇപ്പോഴും മാൽദീവ്സിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. മാൽദീവ്സിന് എസെൻഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുമാണ് എന്ന് കാണാം. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ മാൽദീവ്സിലേക്ക് സഞ്ചരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന് കാണാം. ഇത്രയും അടുത്ത് കിടക്കുന്ന ഒരു വലിയ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ ശത്രുവാക്കി കഴിഞ്ഞാൽ അതിന്റെ സെക്യൂരിറ്റി ത്രെറ്റുകൾ അവർക്ക് നേരിടേണ്ടി വരുമെന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇത് ഇലക്ഷൻ ഗിമ്മിക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇട്ട 3 മന്ത്രിമാരെയും മന്ത്രിസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഓൾറെഡി ആ പാർട്ടി അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഓഷ്യൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ് എന്ന് തന്നെയാണ്. സോ ഈ ഒരു PPM എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി അവിടെ ഇലക്ഷൻ ക്യാമ്പയിന്റെയും വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെയും ഭാഗമായിട്ട് മാത്രമാണ് ഈ ഒരു ആന്റി ഇന്ത്യ ക്യാമ്പയിൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള തിരിച്ചറിയുക. അവർ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ മാൽദീവ്സ് എന്ന് പറഞ്ഞുള്ള രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും ഇന്ത്യ എന്ന രാജ്യത്തെ അവരുടെ ശത്രുവാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ഇലക്ഷന്റെ ഹാങ് ഓവറിൽ സംഭവിച്ച ഒരു കയ്യബദ്ധം മാത്രമായിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നത് എന്നുള്ള തിരിച്ചറിയുക. ഭാവിയിൽ അത് കെട്ടടങ്ങാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് പല പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളും ഒരുപോലെ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ലക്ഷദ്വീപ് സന്ദർശിച്ച് അവിടുത്തെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ്, ആർക്കും ഉപദ്രവമില്ലാത്ത 2 പോസ്റ്റ് ഇട്ടതിന്റെ ഭാഗമായി ഇന്ത്യയും മാൽദീവ്സും തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ഉണ്ടായതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതോടൊപ്പം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള മാക്സ് ലൈഫിന്റെ NFOയെ കുറിച്ചുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകൾക്കെല്ലാം പുറമെ ഇൻകം ടാക്സ് സെക്ഷൻ 80C 1010D മുതലായ പല ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിന്റെ 120 മടങ്ങിന്റെ ലൈഫ് കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. 30-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ.
സോ ഇന്നത്തെ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.